തങ്കലാൻ, ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ, രഞ്ജിത്തിൻ്റെ തങ്കലാൻ. കുറേ 2-3 വർഷമായിരുന്നു തോന്നുന്നു പ്രീ പ്രൊഡക്ഷൻ പരിപാടികളായിട്ട് ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളായിട്ടായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവിയായിരുന്നു. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ, ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റാണ്. ഒരു വലിയ സ്കെയിലുള്ള മൂവിയും കൂടെയാണ്. സാർപ്പാട്ട പരമ്പരയ്ക്ക് ശേഷം രഞ്ജിത്ത് എടുത്തിരുന്ന നക്ഷത്രം നഗർഗിരുത് എന്നുള്ള പടം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ പടമായിരുന്നു. അതിനുശേഷം ഒരു 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്നിട്ടുള്ള ഒരു ഗംഭീര പ്രൊഡക്ഷൻ ഉള്ളൊരു മൂവിയാണ് തങ്കലാൻ. രഞ്ജിത്തും അഴകിയ പെരിയവനും കൂടെ ചേർന്നാണ് പടത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ബൈ കിഷോർ കുമാർ ഗംഭീര വർക്കാണ്. ഒരു രക്ഷയിലെത്തും മെസ്മറൈസിങ് വിഷ്വൽസ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. അതേപോലെ സെൽവ RK അദ്ദേഹമാണ് ഇതിൻ്റെ എഡിറ്റർ. ഒരു വലിയ ഷൗട്ട് ഔട്ടാണ് ഈ എഡിറ്റർക്ക്. ഇതിൻ്റെ തിരക്കഥ അനുസരിച്ച് ഏകദേശം ഒരു 4-5 മണിക്കൂർ കൂടുതൽ പോകാൻ സാധ്യതയുള്ളൊരു പ്ലോട്ടാണ്. അതിന് മാക്സിമം പിടിച്ച് ഒരു 2.5 മണിക്കൂറിനുള്ളിൽ കട്ട് ഷോട്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നീളമുള്ള സാധനങ്ങളുണ്ട്, സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫൈറ്റും മറ്റു പരിപാടികളൊക്കെ പടാന്ന് പോകുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എഡിറ്റർ നല്ലൊരു വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കട്ട്സൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. കാരണം സബ്ജക്റ്റ് ഭയങ്കര ഡ്രൈ ആകുമ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് കട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പടം ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ GV പ്രകാശ് കുമാർ മ്യൂസിക്. രഞ്ജിത്തിൻ്റെ സിനിമകളിൽ സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾ സന്തോഷ് നാരായണനാണ്. സന്തോഷ് നാരായണൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഗംഭീര പടങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് രഞ്ജിത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ കൂട്ടത്തിൽ സന്തോഷ് നാരായണൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ഉണ്ടാവുന്നതാണ്, ട്രാക്സ് ഉണ്ടാവുന്നതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം GV പ്രകാശ് കുമാർ വന്നു. ഞാൻ പേഴ്സണലി സന്തോഷ് നാരായണൻ ഇല്ലേ ഈ പടത്തിൽ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ GV പരിഹരിച്ചു. GV വേറെ ലെവൽ വർക്കാണ്. GV പ്രകാശ് കുമാറിൻ്റെ എൻ്റെ പേഴ്സണൽ എന്ന് പറയുന്നത് 1000-ലൊരുവനാണ്. 1000-ലൊരുവൻ സിനിമയിലുള്ള ആ ഒരു ഫാൻറ്റസി എലമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ BGM-ഉം പരിപാടികളൊക്കെ വേറെ ലെവലാണ്. സോ അതിനോട് കിടപിടിക്കത്തക്ക രീതിയിലെങ്കിൽ 1000-ലൊരുവൻ എന്നുള്ള സിനിമ എനിക്ക് ഈ പടം കണ്ടപ്പോൾ എല്ലാം ഓർമ്മ വന്നതിൻ്റെ ഒരു വലിയ ഫാക്ടർ GV പ്രകാശ് കുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് പാട്ടുകൾ. ഒരു രക്ഷയില്ല. പാട്ടുകളല്ലാതെ സെപ്പറേറ്റ് കേട്ടപ്പോൾ എനിക്ക് എത്ര അങ്ങ് മിനിക്കി എന്നുള്ള പാട്ടൊന്നും എത്ര ഒരു സംഭവം എല്ലാം തോന്നി. പക്ഷേ പടത്തിൽ നന്നായിട്ട് വർക്കായി. അതുപോലെ ഒരു അറുപട സോങ് ഉണ്ട്, അതും നന്നായിട്ടുണ്ട്. തങ്കലാൻ എന്നുള്ള ആ ഒരു തീം സോങ്ങും നന്നായിട്ട് വർക്കായി. ഇതിൻ്റെ പ്ലോട്ട് KGF എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളതാണ്. KGF നമുക്കറിയാം 1950-കൾ 80-കൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് KGF 1, 2 അതിൻ്റെ കഥ വന്നത്. യാഷ് നായകനായിട്ടുള്ള 1000 കോടി ഒക്കെ അടിച്ച നമ്മുടെ മാസ് മസാല മൂവി. അതിനകത്ത് ഒരു വലിയ പാർട്ട് ഫിക്ഷൻ തന്നെ ആയിരുന്നു. ഒരു മാസ് ആക്ഷൻ മൂവി ആയിരുന്നു. അത് വേറെ ലെവൽ ഹിറ്റും ആയിരുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ KGF എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, കോളാർ ഗോൾഡ് ഫീൽഡാണ്. പക്ഷേ ഇതിനൊരു ഒറിജിൻ സ്റ്റോറി ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടായി, ഇത് ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഞാൻ ബാല സംവിധാനം ചെയ്ത പരദേശി സിനിമ കണ്ടപ്പോഴാണ് നമ്മൾ ഈ മൂന്നാർ, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങൾ, നമ്മുടെ ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള, ഈ തേയിലത്തോട്ടങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായ കാടൊക്കെ വെട്ടിത്തെളിച്ച് എങ്ങനെയാണ് അവിടെ തേയിലത്തോട്ടം വന്നത്, ഇത്ര 1000 ജനങ്ങളുടെ രക്തവും വിയർപ്പുമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരദേശി എന്നുള്ളൊരു സിനിമയാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ 1000 ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം അവിടെങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ KGF എന്നുള്ള പടം കാണുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി ദർ ഈസ് എ മൈൻ, അപ്പോൾ ഗോൾഡ് മൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നു, അതിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് KGF 1, 2 പടത്തിനകത്ത് കാണിക്കുന്നത്. പക്ഷേ തങ്കലാൻ അതിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. ട്രൂ ഇവൻറ്റ്സ്, അവിടെ എന്താണ് സംഭവിച്ചത്, നോർത്ത് ആർക്കോട്ട് ഏരിയയിലുണ്ടായിരുന്ന വേപ്പൂർ എന്ന് പറയുന്ന അങ്ങനെയുള്ള കുറച്ച് ഗ്രാമങ്ങളിലുള്ള ആളുകൾ, ട്രൈബൽസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് ഉണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ കാലത്തുണ്ട്, അതിന് മുമ്പ് നടന്ന പടയോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഗോൾഡ് കിട്ടിയതായിട്ട് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഗോൾഡ് ഖനനം ചെയ്തെടുക്കാൻ പാകത്തിന് ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഗോൾഡ് എവിടെയൊന്നും ആദ്യം കണ്ടുപിടിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിടെയുള്ള ലോക്കൽ ട്രൈബൽ ഗ്രൂപ്പുകളെയും ഒക്കെയാണ് ഹെൽപ്പ് എടുത്തിരുന്നത്. ആ ഒരു ബാക്ക് ഇൻ 1850s നമ്മുടെ ബ്രിട്ടീഷ് റൂൾ നടക്കുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷ് എറയിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അതിനകത്ത് തങ്കലാൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ലീഡർ, അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹം കടന്നു പോകുന്ന കോൺഫ്ലിക്റ്റുകൾ, ഇതൊക്കെയാണ് പടത്തിന്റെ മെയിൻ സംഭവങ്ങൾ. തങ്കലാനായിട്ട് ചിയാൻ വിക്രമാണ്. പക്ഷേ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഒരു 3, 4, 5 ലുക്കിൽ ഇദ്ദേഹം വരുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു 3, 4 കാലഘട്ടത്തിലുള്ള ചിയാൻ വിക്രമാണ് അതിനകത്ത് കാണുന്നത്. ഒരു വ്യക്തിയുടെ തന്നെ ലൈഫിൽ പോകുന്നതായിട്ടല്ല കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതുപോലെ അതിനു മുമ്പുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ 1600-കളോ 1400-കളോ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഗംഭീരമാണ്. ഇതിനകത്ത് ഫാൻറ്റസി എലമെന്റുകൾ, സൂനിയക്കാരി, മന്ത്രവാദിനി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ പുസ്തകത്തിലും കഥപുസ്തകത്തിലും ഒക്കെ വായിച്ചിട്ടുള്ള ആ ഒരു സാധനത്തിന്റെ ഒരു വിഷ്വൽ പരിപാടികൾ, ഫാൻറ്റസി എലമെന്റ് ഇതിനകത്ത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു ഗൂസ് ബംബ് കിട്ടത്തക്ക രീതിയിലുള്ള കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാമറ വർക്ക്, VFX വർക്ക്, അത് എടുത്തു പറയേണ്ട ഒരു സാധനം VFX വർക്ക്. ഇതിൽ വന്യജീവികളുണ്ട്, വന്യമൃഗങ്ങളെ കാണിക്കുന്നുണ്ട്. അവർ അതുമായിട്ട്
ബന്ധപ്പെട്ടുള്ള ഫൈറ്റ്സ് കാര്യങ്ങൾ, അല്ലാതെയുള്ള ഫൈറ്റുകൾ, ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് വേണ്ട എല്ലാം ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടൊരു മൂവിയാണ്. ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മൂവി, ഒരു ഹോളിവുഡ് മൂവി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ഓസ്കാർ ലെവൽ മൂവി നമുക്ക് പറയാം. പെർഫോമൻസസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയലോഗുകളായിക്കോട്ടെ, എല്ലാം ഗംഭീരം, ഒരു രക്ഷയില്ല. പോസിറ്റീവ്സ് എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ്സ് ആണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, പെർഫോമൻസസ്, മറ്റ് ടെക്നിക്കൽ സൈഡ്സ് എല്ലാം ഗംഭീരമാണ്. എടുത്തു പറയേണ്ട പെർഫോമൻസുകളുടെ ലിസ്റ്റ് തന്നെയുണ്ട്. ചിയാൻ വിക്രം അറിയാം, പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റോളുകൾ കിട്ടുമ്പോഴത്തേക്ക് പുള്ളി വേറൊരു പരകായ പ്രവേശം തന്നെ നടത്തുന്ന ഒരാളാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പിതാമഹൻ പോലുള്ള പടങ്ങളിൽ പുള്ളി റോ ആയിട്ടുള്ള ഫൈറ്റ്, റോ ആയിട്ടുള്ള ആക്ടിങ് സംഗതികൾ, പരിപാടികൾ ശരിക്കും പുള്ളിയുടെ സോണാണ്. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയുള്ള റോളുകൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പിക്ക് വിക്രം തന്നെയാണ്. പാർവതി തിരുവോത്ത് എങ്ങനെയാണ് ഈ പടം ചെയ്യുക എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗംഭീരമാണ് കേട്ടോ. ചിയാൻ വിക്രമിനോടൊപ്പം അതേ ലെവൽ പെർഫോമൻസ്, ആ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് തന്നെയാണ് പാർവതി. അതേപോലെ തന്നെ മാളവിക മോഹൻ. ഇവർ 3 പേരാണ് ഒരു മെയിൻ ലീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് വരുമ്പോൾ ഹരികൃഷ്ണൻ എന്നുള്ളൊരു ആക്ടറുണ്ട്. പാരഞ്ജിത്തിൻ്റെ എല്ലാ പടങ്ങളിലും, അട്ടക്കത്തി തൊട്ട് ഉള്ള എല്ലാ പടങ്ങളിലും കൂടെ അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള അയാൾ എല്ലാ പടത്തിനകത്തും ഉണ്ടായിരുന്ന ഒരു ആക്ടറാണ്. മദ്രാസിലൊക്കെ അഭിനയിച്ച് നല്ല ഹിറ്റായിട്ടുള്ള ഹരികൃഷ്ണൻ എന്നുള്ള ആൾ. പിന്നെ പശുപതി ഉണ്ട്, ഒരു ഇംഗ്ലീഷ് ആക്ടറുണ്ട് ഡാനിയൽ കാൽറ്റഗ്രോൺ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇതിനകത്തൊരു മെയിൻ ഒരു വില്ലൻ റോൾ എന്ന് നമുക്ക് പറയാം. പാരഞ്ജിത്തിൻ്റെ സാർപ്പാട്ട പരമ്പരയിലൂടെയാണ് തുഷാര വിജയൻ എന്നുള്ളൊരു ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും പരിചയമാവുന്നത്. അതിനുശേഷം നക്ഷത്രം നഗറിയത് ഒക്കെ പുള്ളിക്കാരി ഭയങ്കര ഗംഭീരമായിട്ട് വന്നു. സോ അത് എനിക്ക് പാരഞ്ജിത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രീതി കരൺ പുള്ളിക്കാരി ബേസിക്കലി ഒരു മോഡലാണ്. ഇതിനകത്ത് സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ടുള്ള പ്രീതിയുടെ പെർഫോമൻസസ് ഗംഭീരമാണ്. ഹരികൃഷ്ണൻ്റെ പേരായിട്ടാണ് ഇതിനകത്ത് പുള്ളിക്കാരി അഭിനയിക്കുന്നത്. അങ്ങനെ പെർഫോമൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ലെങ്തി സീൻസ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ കുറച്ചൊരു എൻഗേജിങ് കുറവായിട്ട് തോന്നുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പരിപാടികൾ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഫാൻറ്റസി ആണ്, എന്നിരുന്നാലും നമുക്കത് കുറച്ചൊന്ന് കണക്ഷൻ കറക്റ്റ് ആവില്ല. അത് കാരണം അത് കുറച്ച് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇത് പഴയ കാലത്ത് നടന്ന അതേ സംഭവങ്ങൾ തന്നെ വീണ്ടും ഈ കാലത്തും 400-200-300 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇതേ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെ വീണ്ടും ഇതുപോലെ അവിടെ പാമ്പ് വരും, ഇവിടെ ആൾ വരും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി കുറച്ചൊരു ഡൗൺ ആയിട്ട് തോന്നിയ കുറച്ച് പോർഷൻസ്. ബാക്കിയെല്ലാം ഒരു രക്ഷയിലായിരുന്നു. പടം നിങ്ങൾ ഉറപ്പായിട്ട് ഒരു നല്ലൊരു ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി ഉള്ളൊരു മൂവി തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ പടം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെ റിലീസ് ചെയ്തത് ഭയങ്കര ഒരു രസമുള്ള ഒരു ഇതാണ്. കാരണം സ്വാതന്ത്ര്യം, മണ്ണിന്റെ അവകാശം, നിലം എങ്കൽ ഉരുമൈ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വ്യൂസ് ഒക്കെ പാരഞ്ജിത്തിന്റെ സിനിമകളിൽ എന്നും മുന്നിൽ നിൽക്കും. അത് നമുക്ക് ഈ പടത്തിലും കാണാം. മണ്ണിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെ ഒരു ഗംഭീര കംപ്ലീറ്റ് പാരഞ്ജിത്ത് മൂവിയാണ്. ഹൈലി റെക്കമെൻഡിങ് മൂവിയാണ്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. Bye.